ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ സാരി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരാൾക്കും ടക്ക് പോർഷനും ബെൽറ്റ് പോർഷനും ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് നല്ല സിമ്പിൾ മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിത് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ. അതുപോലെ തന്നെ ആം ഹോളും സ്ലീവൂടെ എങ്ങനെയാണ്, അതായത് കൈക്കുഴിയും നമ്മുടെ സ്ലീവിൻ്റെ പോർഷനൂടെ എങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്തെടുത്തപ്പോൾ ബാക്ക് പോർഷനാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷന് ഇതുപോലെ 2 പീസായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ബെൽറ്റ് പോർഷൻ ഇങ്ങനത്തെ 6 പീസാണ് ടോട്ടൽ വേണ്ടത്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഡിഫറെൻറ്റ് കളർ നമുക്ക് ക്ലോത്ത് തികഞ്ഞില്ലെങ്കിൽ വേറൊരു കളറിൽ നിന്ന് നമുക്കിതുപോലെ എടുക്കാവേ. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴെല്ലാം അത് ഉള്ളിൽ പൊക്കോളുവേ. അതുപോലെ തന്നെ സ്ലീവും ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിലെ ബെൽറ്റ് പോർഷനാണ് 2 ഇഞ്ചാണ് അതിന് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ളതാണ്. 1 ഇഞ്ച് മതിയേ, ഒരു 1.5 ഇഞ്ച് പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ ഹോള് വയ്ക്കാനുള്ളത് ഒരു 2.5 ഇഞ്ചോ 3 ഇഞ്ച് വരെ വേണമെങ്കിലും വിഡ്ത്ത് കൊടുക്കാവേ. നമ്മളിപ്പോൾ 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്രോസ് സ്ട്രിപ്പാണ്. ക്രോസ് സ്ട്രിപ്പ് ഇതുപോലെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ്, വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അതൊരു 1 ഇഞ്ചിൻ്റെയോ 1.5 ഇഞ്ചിൻ്റെയോ ഒക്കെ വീതി മതിയേ. ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാ പോർഷനും എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ തൊട്ട് മുന്നേ ഇട്ടിട്ടുമുണ്ട്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ആദ്യമേ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പം ഒറ്റ പീസായിട്ടൊന്നും തികഞ്ഞൊന്നും വരത്തില്ല. അപ്പം നമ്മളിത് ഇതുപോലെയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഹുക്ക് വയ്ക്കുന്നത് ഹോള് വയ്ക്കുന്നതുമായിട്ടുള്ള പീസിനുള്ളത്. ഇത് നമ്മൾ ഹുക്ക് വെക്കാനായിട്ടുള്ള പീസാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കൂടി ഒന്നുകൂടെ പ്രസ് സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് എടുത്തിരിക്കുന്ന പീസിന് 2 ഇഞ്ച് വിഡ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് വിഡ്ത്ത് എടുത്താൽ മതി. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ മടക്കി കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ നല്ല വീതിയിൽ അങ്ങ് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് വിഡ്ത്ത് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് വിഡ്ത്ത് മതി. എങ്കിൽ മാത്രമേ ഹുക്ക് വെക്കുന്നത് മറിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് വീതി കൂടിപ്പോയാൽ അവിടെ ഭംഗിയാവത്തില്ലേ. ഇനി നമ്മൾ ബാക്ക് പോർഷനിൽ വെച്ച് കൊടുക്കാനുള്ള ആ ബെൽറ്റാണ് എടുക്കുന്നത്. അതിന് 2 ഇഞ്ച് വീതിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയേ. ഇങ്ങനെ നമ്മളിപ്പം ഈ ബെൽറ്റും ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട്, ഇത് ബാക്ക് പോർഷനിൽ വെക്കാനുള്ള ലെങ്ത് കൂടിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബെൽറ്റിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു സൈഡിൽ 3 പീസാണ് നമുക്ക് വേണ്ടത്. നമ്മളിതാ ഇവിടെ സ്മോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ കറക്റ്റ് സെൻറ്ററിൽ വരേണ്ടത്, അതായത് ഹുക്കൊക്കെ കൊടുക്കുന്ന ആ ഭാഗത്ത് വരേണ്ടത്. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നല്ല പീസുകൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഒരു പീസ് നമുക്ക് ചിലപ്പോൾ ക്ലോത്ത് തികയാതെ വരും. അപ്പോൾ നമ്മൾ വേറൊരു വെളിയിൽ നിന്നൊരു പീസ് ആയിരിക്കും എടുക്കുന്നത്. അതിങ്ങനെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചെടുക്കാം. ഏതായാലും നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് ഈ നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന ആ പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മളിവിടെ എല്ലാ സ്റ്റിച്ചും 2 ടൈംസ് അങ്ങ് ചെയ്തോണേ. ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തെടുത്തു. അതിനുശേഷം ഇങ്ങനെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് മാത്രമായിട്ട് വരും. 2 എണ്ണം ഒരു സൈഡിലേക്കും പോകും, ഒരെണ്ണം മാത്രമായിട്ടും വരുവേ ഇതുപോലെ. അപ്പോൾ ആ ഒരെണ്ണം മാത്രമായിട്ട് വന്നതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ സൈഡുകളെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒന്ന് നല്ല നീറ്റായിട്ട് വെച്ച് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒരുപോലെ ആക്കി വേണം ഈ സൈഡുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ. അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ലഭിക്കുവേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പീസ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് 2 സൈഡിലേക്കുമായിട്ട്. അതിനായിട്ടാണ് നമ്മൾ 6 പീസ് കട്ട് ചെയ്തെടുത്തത്.
ഇനി നമ്മൾ നമ്മളുടെ ടക്ക് ഇടുകയാണ് ചെയ്യുന്നത് മുൻവശത്ത്. അതിനായിട്ട് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരുപോലെ വേണമെങ്കിലും മടക്കാം. അല്ലെങ്കിൽ ആ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് താഴോട്ടിട്ടതിന് ശേഷം ബാക്കി ഭാഗത്തെ കറക്റ്റ് പകുതിയാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാവേ. നമ്മളിപ്പോൾ ആ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഭാഗം നെക്കിൻ്റെ ഭാഗം കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ മടക്കിയതിന് ശേഷം ഇതുപോലെ ടക്കിട്ട് കൊടുത്താലും മതി. നമ്മളിങ്ങനെ ടക്കിട്ട് കൊടുക്കുമ്പോൾ ആ ടക്കിൻ്റെ വീതി 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു സൈഡിൽ. ഇനി നമ്മളിത് കട്ട് ചെയ്തപ്പം ഒരു 1/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഹുക്കിനായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് 2 സൈഡിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ 1 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല, 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ടക്ക് പോയിന്റ് നമ്മൾ ചെയ്തെടുത്തത്. അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ആ 3 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തിയെടുത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നല്ല ഷാർപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ സ്റ്റിച്ചും 2 ടൈംസുമാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കൈക്കുഴി ഭാഗത്തെ ടക്കാണ് ഇടേണ്ടത്. ഇതുപോലെ ഒരുപോലെ വരണേ. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഡിഫറൻസ് വരും. അപ്പം നമുക്ക് പിടിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഇതുപോലെ ഒരുപോലെ വരണം. അങ്ങനെയുള്ളിടമാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷനെ. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ നാരോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒരു 1/4 ഇഞ്ചേ നമ്മൾ ഒരു സൈഡിൽ വിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കുക. 2 സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. എല്ലാ പോർഷനും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ 2 സൈഡും ഒരുപോലെയാണോ എന്ന് ഇതുപോലെ എപ്പോഴും വെച്ച് നോക്കണേ. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മൾ ബ്ലൗസ് മുന്നോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അഴിക്കേണ്ടതായിട്ടൊക്കെ വരും. ഈ ഭാഗം എല്ലാം ഇതുപോലെ കറക്റ്റാണോ എന്ന് നോക്കുക. 2 സൈഡും ഒരുപോലെയാണോ എന്ന് നോക്കി ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽറ്റ് ഈ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബെൽറ്റിന് നമ്മളിത് ഇവിടെ ഒരു സ്റ്റിച്ചിങ് സൈഡ് വരും. ആ അടിഭാഗത്ത് ഒരു സ്റ്റിച്ചിങ് വരും. ആ ഭാഗം നമ്മളുടെ ദേഹത്തോട് വരുന്ന രീതിയിലും സ്റ്റിച്ചിങ് ഇല്ലാത്ത സൈഡ് പുറത്ത് വരുന്ന രീതിയിലും വെച്ചാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണേ. സ്റ്റിച്ചിങ് ഇല്ലാത്ത ഈ സ്ഥലമാണ് നല്ല വശം. അതിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഈ ഹുക്ക് വരുന്ന വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ നേരത്തെ ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത സമയത്ത്. അത് തന്നെ ആ സൈഡ് തന്നെ നമ്മൾ ഹുക്ക് വെക്കുന്നിടത്ത് വരണം. പിന്നെ ഈ ടക്ക് ഇട്ട് കൊടുത്തത് അകത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തോണം. അതിനുശേഷം ഇത് നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ടക്കിട്ട ഭാഗമൊക്കെ കണ്ടോ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താണ് ടക്കിൻ്റെ ഭാഗം ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് ഈ അടിഭാഗം അടിയിൽ വരുന്ന രീതിയിൽ അകത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം ഈ നമ്മളിങ്ങനെ ഈ ടക്കൊക്കെ കൊടുക്കുന്നിടം നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 ടൈംസാണ് എല്ലാ സ്റ്റിച്ചും ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ പോയിൻറ്റുകൾ ഒരുപോലെയാണോ, സ്റ്റിച്ചിങ് പോയിൻ്റ് എല്ലാം ഒരുപോലെയാണോ വരുന്നതെന്ന് നമ്മളിങ്ങനെ നോക്കണം. അതിനുശേഷം നമ്മൾ ഈ സ്ട്രിപ്പ് എടുക്കുകയാണ്. 1 ഇഞ്ചാണ് അതിന് വിട്ട് നമ്മൾ വീതി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഒരല്പം നീട്ടി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തു കൂടി പ്രസ് സ്റ്റിച്ചൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് എടുത്തതിന് ശേഷം ഈ നീട്ടിയിട്ട ഭാഗം അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് നീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഈ ഭാഗത്തൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം. 1-2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ഇട്ടതിന് ശേഷം ബാക്കി ഭാഗത്ത് നല്ല നീറ്റായിട്ട് കൈകൊണ്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ റൈറ്റ് സൈഡിലെ പീസിലാണ് നമ്മൾ ഇതുപോലെ ഹുക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഹോള് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ പീസിലാണ്, അതായത് ഇടത്ത് വശത്തെ. അത് നമ്മളുടെ ആ പീസ് എടുത്തിട്ട് അതിൻ്റെ റോങ് സൈഡിലേക്ക് അതിൻ്റെ
നമ്മളുടെ സ്റ്റിച്ച് കാണുന്ന സൈഡിലേക്ക് നമ്മൾ ഈ സ്ട്രിപ്പ്, അതായത് 3 ഇഞ്ചോ 2.5 ഇഞ്ചോ വിടുത്തുള്ള ആ സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് നല്ല വശം വെക്കുക, ഫേസ് ടു ഫേസ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം ഒരല്പം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് അകത്തേക്ക് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഒരു 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ 2 ഇഞ്ചോ ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ നമുക്ക് ഹോള് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 5 ഹോളോളം സാധാരണ ഒരു ബ്ലൗസിൽ വരുവേ. ആ രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, സൂചി കുത്തുക. അതിനുശേഷം അകത്തേക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പ് ആക്കി അങ്ങനെയാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇത് എല്ലാം കറക്റ്റ് ആണോ എന്നിങ്ങനെ വെച്ച് നോക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല വശങ്ങൾ തമ്മിൽ ബാക്ക് പോർഷനോട് എടുത്ത് വെച്ച് കൊടുത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ ഇവിടെ കറക്റ്റ് ആണോ എന്ന് നോക്കി 2 പോർഷനിലും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ക്രോസ് സ്ട്രിപ്പ് അത് എടുത്ത് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്രോസ് സ്ട്രിപ്പ് കട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ വളവൊക്കെ വരുന്നിടത്ത് ഇതുപോലെ ഒന്ന് ത്രെഡിൽ കട്ട് ചെയ്യാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ വളരെ സ്ലോയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നെക്ക് നല്ല നീറ്റായിട്ട് വരുവേ. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിന് ഇങ്ങനെ മടക്കി ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ല വശങ്ങൾ തമ്മിൽ ഫ്രണ്ട് പോർഷന് ഇങ്ങനെ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തപ്പം കുഴിച്ച് വെട്ടിയില്ല, അത് നമ്മളൊരു 1 ഇഞ്ചോളം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഭാഗം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സമയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ ഇങ്ങനെ ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ്. സാധാരണ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ ബാക്ക് പോർഷനിലേക്ക് ഈ സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാവുള്ള. ഇങ്ങനെ 2 ഇഞ്ച് വീതിയുള്ള സ്ട്രിപ്പ് വെച്ച് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടി ഒന്നുകൂടെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും നമ്മൾ ചെയ്ത് വെക്കുക. ബാക്കി നമ്മൾ കൈത്തയ്യലാണ് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കിയതിന് ശേഷം കൈത്തയ്യലാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. സ്ലീവിൻ്റെ പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ ആ സ്ലീവിൻ്റെ ബോട്ടം ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എത്ര വീതിക്കാണോ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത് അത് വീതിക്ക് ഫോൾഡ് ചെയ്ത് എവിടെയാണോ നമുക്ക് എത്രയാണോ നമുക്ക് ബോട്ടം ഭാഗത്ത് വേണ്ട വിട്ട് അതും അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ എത്രയാണോ ആം ഹോൾ വേണ്ടെന്നുള്ളത് ഇതുപോലെ അളന്ന് നോക്കാവേ. നമുക്ക് ഓൾഡ് സാരി ബ്ലൗസിൽ നിന്ന് ഇങ്ങനെ വേണമെങ്കിലും അളവെടുക്കാം. അത് നമ്മൾ ആ ഭാഗം കറക്റ്റായിട്ട് വെച്ച് പിടിച്ചു കൊടുത്ത് എവിടെയാണോ സ്റ്റിച്ച് വരുന്നത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാവേ. നമുക്ക് ഈ ഭാഗത്ത് എത്രയാണെന്ന് അളന്ന് നോക്കുക. നമ്മുടെ സ്ലീവിൻ്റെ, അതായത് ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ എവിടെയാണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുള്ളൂ. ആ 1 ഇഞ്ച് സീം അലവൻസ് മാറ്റിയുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആം ഹോളിൻ്റെ ഈ ഭാഗത്ത് മാർക്ക് ചെയ്യുന്ന അതേ അളവ് വേണം സ്ലീവിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അത്രയും ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ നമ്മൾ കൂടുതൽ സീം അലവൻസ് ഇതിന് ആവശ്യമില്ലേ. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ എടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് തുടങ്ങി നന്നായിട്ട് ലോക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് അളവിലൂടെ വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെയും ലോക്ക് ഇട്ട് എടുക്കണം. ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴേ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ കറക്റ്റ് ആണോന്ന് നമ്മളുടെ സ്ലീവിൻ്റെ അളവ് നോക്കണേ. കാരണം രണ്ടാമത് നമുക്ക് ഇത് സ്ലീവിന് ലൂസ് ഒന്നും വരാൻ പാടില്ല, രണ്ടാമത് അടിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറ്റത്തില്ല. അതുകൊണ്ടാണ് കറക്റ്റ് അളവാണോ നമ്മൾ നന്നായിട്ട് നോക്കണേ. ആ സ്ലീവിൻ്റെയും നമ്മൾ സ്ലീവിന് കൊടുക്കുന്ന അളവും
നമ്മളുടെ ആം ഹോളിന് കൊടുക്കുന്ന അളവ് ഒരുപോലെ ആയിരിക്കണം. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ 2 നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് ഒരേ അളവായിരിക്കണം സ്ലീവിൻ്റെ അളവും ആം ഹോളിൻ്റെ അളവും. അങ്ങനെ നമ്മൾ അളവ് ചെയ്തെടുത്തതിന് ശേഷം ഈ പോർഷൻസിനെ തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അറ്റാച്ച് ചെയ്യുമ്പം 2 വശത്തെ സ്റ്റിച്ചിങ് പാടുകളുണ്ടല്ലോ, ആ സ്റ്റിച്ചിങ് വരുന്നിടം തമ്മിൽ നമ്മൾ സ്ലീവിൻ്റെയും ആം ഹോളിൻ്റെ അവിടുത്തെ സ്റ്റിച്ചിങ്ങുകൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വന്നാൽ ഇത് തമ്മിൽ യോജിച്ച് കിട്ടത്തില്ല. ഒരു ഭാഗം ഇങ്ങനെ മിച്ചം വന്ന പോലെ വരും. അങ്ങനെ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇത് തമ്മിൽ വെച്ച് കൊടുത്തിട്ട് ചുറ്റോട് ചുറ്റും നമ്മൾ പിൻ കുത്തി കൊടുക്കണം. അപ്പം ചിലപ്പം നമുക്ക് കറക്റ്റായി കിട്ടാതെ വരും. അപ്പം ഡിഫറൻസ് വരും. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ സൈഡുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മെത്തേഡ്. അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും ആം ഹോളിന് ചുളുക്കമില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇത് പല പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിന് വീതി കൂട്ടാൻ നമുക്ക് പെട്ടെന്നൊന്ന് വണ്ണമൊക്കെ വെച്ചിട്ട് അല്ലെ വണ്ണം കുറയുകയോ ചെയ്തിട്ട് അഴിക്കണമെങ്കിൽ ഇത് അല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ രണ്ടും അഴിച്ചതിന് ശേഷം 2 വശവും പിന്നെയും വീതി കൂട്ടിയെടുക്കണേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു മെത്തേഡിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് ഒട്ടും ചുളുക്കമില്ലാതെയൊക്കെ കിട്ടുവേ. അപ്പം നമ്മളിപ്പോൾ ഈ ബ്ലൗസ് ഈ സ്ലീവ് ആണ് ഈ ബ്ലൗസിൽ ഏറ്റവും അവസാനം അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഈ മെത്തേഡ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്ലൗസ് പിന്നെ കൈത്തയ്യൽ തയ്ക്കുക, ഹുക്ക് വയ്ക്കുക, അതുപോലുള്ള പോർഷൻസ് എല്ലാം നമ്മൾ കൈത്തയ്യൽ ചെയ്യേണ്ടതെല്ലാം സ്ലീവിൻ്റെ അവിടെ, നമ്മുടെ ബാക്ക് വശത്തെ, പിന്നെ ഹുക്കും ഹോളുവേ, കഴുത്തിനെ അതെല്ലാം ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പം സ്ലീവാണ് ഏറ്റവും അവസാനം അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ. അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു ത്രെഡ് ആൻഡ് ടച്ച് എന്ന് തന്നെ പേരുള്ള ഒരു ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.